ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് പച്ചമാങ്ങ കൊണ്ട് നല്ലൊരു അച്ചാർ ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ് അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രവും സ്പൂണും ഒക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്, ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ ഈ മാങ്ങയിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. 1 ടീസ്പൂൺ നിറയെ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 മണിക്കൂർ ഇങ്ങനെ ഉപ്പ് പുരട്ടിയിട്ട് വയ്ക്കുകയാണ്. ഈ സമയത്ത് മാങ്ങയിലൊക്കെ കുറച്ച് ഉപ്പ് പിടിച്ച് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളവും ഇറങ്ങി വരും. 3 മണിക്കൂറിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. അച്ചാർ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റും അതെ, പിന്നെ കൂടുതൽ നാൾ കേടാവാതെയും ഇരിക്കും. നല്ലെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഈ കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി നുറുക്കിയതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നുറുക്കിയതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് എണ്ണയിൽ വാട്ടി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറണം. ഒട്ടും കരിഞ്ഞു പോകരുത്, തീ കുറച്ച് വെച്ചിട്ട് ചെയ്യണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുപാട് ചേർക്കണ്ട, ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഫ്ലേവറേ നമുക്ക് വേണ്ടൂ. ഇങ്ങനെ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള നാടൻ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കണം. കാശ്മീരി മുളക് ചേർക്കുമ്പോൾ അച്ചാറിന് നല്ലൊരു കളർ ഉണ്ടാകും. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മുളക് പൊടി ഒട്ടും കരിയാതെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് കായവും ഉലുവപ്പൊടിയും ഒക്കെ അടുത്ത് തന്നെ എടുത്തു വെച്ചോളൂ. ഇതിൻ്റെ ഒരു പച്ചമണം മാറി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ കായം പൊടിയും 1/2 ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതും ചേർക്കാം. നല്ല സ്ട്രോങ് ഫ്ലേവർ ഉള്ള കായ ആണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. ഞാനിത് പൊടി മേടിച്ചതാണ്. വീട്ടിൽ വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂൺ മതിയാകും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുകയാണ്. വിനാഗിരിയുടെ അളവ് മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. ചേർക്കാതെയും ഉണ്ടാക്കാം, പക്ഷെ ചേർക്കുമ്പോൾ കൂടുതൽ നാൾ കേടാവാതിരിക്കും. നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരണം. കൂടുതൽ ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ അല്പം തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലുള്ള ഉപ്പ് വെള്ളത്തോട് കൂടി തന്നെ ചേർക്കണം. ഇനി ഇത് ചൂടാക്കണ്ട, ഇങ്ങനെ തന്നെ മിക്സ് ചെയ്താൽ മതി. ചൂടാക്കുമ്പോൾ ഇതിനൊരു വെന്ത മാങ്ങയുടെ ടേസ്റ്റ് വരും. പച്ച മാങ്ങയിൽ ഈ കൂട്ടൊക്കെ പിടിച്ചു വരുന്നതാണ് കുറച്ചുകൂടെ സ്വാദ്. കഴുകി തുടച്ച് വൃത്തിയാക്കിയ ഒരു കുപ്പിയിലോ ഭരണിയിലോ വേണം അച്ചാർ സൂക്ഷിക്കാൻ. ചൂടാറുമ്പോൾ മാറ്റിയാൽ മതി. കുപ്പിയിലാക്കിയതിന് ശേഷം വേണമെങ്കിൽ അച്ചാറിന്റെ മുകളിലായിട്ട് കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കാം. കേടാവാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്, നിർബന്ധമല്ല. ഇത് ഒരു 2-3 ദിവസത്തിന് ശേഷം ഉപയോഗിച്ച് തുടങ്ങാം. കൂടുതൽ ഇരിക്കുന്ന അനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്